ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവും അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും വരും കേട്ടോ. സൈൻ കൺവെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ലെഫ്റ്റിലെയും റൈറ്റിലെയും പറഞ്ഞായിരുന്നു, അതൊന്ന് ഓർമ്മ ഉണ്ടായിരുന്നാൽ മാത്രം മതി. സെയിം തന്നെ. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. ഇല്ലേ? ഓക്കെ. എടാ ഇല്ലെന്നാണ് എനിക്ക് ആരൊക്കെ അൺമ്യൂട്ട് ചെയ്ത് പറയുന്നത്, പക്ഷെ അതെനിക്ക് ഒന്ന് വോയിസിൽ എന്തോ ഒരു നോയ്സ് ഉള്ളത് കൊണ്ട് ക്ലിയർ ആവുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പം നമ്മൾ സെക്ഷൻ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനൊരു ഇക്വേഷൻ ഫോം ചെയ്യും. ഓക്കെ, മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ്. എന്നിട്ട് എന്ത് ഇക്വേഷൻ അപ്ലൈ ചെയ്യും? നാലാമത്തെ സ്റ്റെപ്പിൽ ഇ ഐ ഇൻറ്റു നമ്മൾ പഠിച്ച ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം. എമ്മിന് പകരം ഞാനിപ്പോൾ വേണമെങ്കിൽ എം എക്സ് എന്നിടാം. ഇത് ഇക്വേറ്റ് ചെയ്യും. ബാക്കിയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ഇൻ്റഗ്രേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രേഷനിലേക്ക് വരുമ്പം പ്യുവർലി ഇൻ്റഗ്രേഷൻ നമ്മൾ നേരത്തെ ചെയ്ത ഇൻ്റഗ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻ്റഗ്രേഷൻ ഉണ്ട്. പക്ഷേ ഈ ഇൻ്റഗ്രേഷൻ ഏതുമായിട്ട് ക്ലബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റഡ് ഫംഗ്ഷനുമായിട്ട് ക്ലബ് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം പ്രോബ്ലം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എഴുതിയാൽ മാത്രമേ പഠിക്കൂ. എന്നാൽ മാത്രമേ എനിക്ക് ഇനി ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് ലൈവ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കാൻ പറ്റൂ. എന്നിട്ടേ ഞാൻ 5ാമത്തെ മോഡ്യൂളിലോട്ട് കയറുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് 5ാമത്തെ മോഡ്യൂളിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളുടെ എല്ലാവരും നോട്ട്ബുക്കിൽ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഞാനിപ്പം വരച്ചിരിക്കുന്ന ഫിഗർ വരയ്ക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും തരിക. അതായത് ഒരു എൻഡിൽ ഹിഞ്ചിലും ഒരു എൻഡിൽ റോളർ സപ്പോർട്ടും വെച്ചിട്ട് ഇപ്പൊ തന്നിരിക്കുന്ന 450 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്നത് എന്താണ് ഈ ഫിഗറിലുള്ള? യു ഡി എൽ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് പോലെ ആദ്യം വരയ്ക്കും. അതായത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ബീമാണ്. അതായത് ഈ ഒരു ബീം, ഈ ഒരു ഫിഗർ, ദിസ് വൺ, ഞാനിപ്പോൾ ടിക്ക് ചെയ്യുന്ന ഈ ഫിഗർ. ഓക്കെ, ആ ഫിഗർ വരച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് മെക്കോളേസ് മെത്തേഡ് വെച്ചിട്ടാണ്. മെക്കോളേസ് മെത്തേഡ് ആണ് ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് വൺ. അപ്പോൾ പ്യൂർലി ഡബിൾ ഇൻ്റഗ്രേഷൻ അല്ല മെക്കോളേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡബിൾ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ആക്ച്വലി പ്രോബ്ലം ഉണ്ട്. നിങ്ങളുടെ സീനിയേഴ്സിന് 2 മെത്തേഡും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് മെക്കോളേസ് മെത്തേഡ് മാത്രം മതി, ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരി, വരച്ചു കഴിഞ്ഞാൽ പറയണേ, സമയം കളയാതെ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ നമ്മളിനി അടുത്ത പേജിലേക്ക് പോവാണ്. ഇനിയും ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൻ്റെ തൊട്ട് താഴെ ഞാൻ വരച്ചിരിക്കുന്നത് എന്താന്ന് പറയാമോ? നിങ്ങൾ ആദ്യത്തെ മുകളിലത്തെ ഫിഗർ വരച്ചു. ഈ രണ്ടാമത്തെ ഫിഗർ എന്താ? ഫ്രീ ബോഡി ഡയഗ്രം. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുക. അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വരയ്ക്കുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് മീൻസ് ഓരോ കുനിപ്പുകളിട്ട് UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കാണിക്കുക. 2 സപ്പോർട്ട് RAയും RBയും മാറ്റിയിട്ട് നമ്മൾ എന്ത് കാണിക്കുന്നു? റിയാക്ഷൻസ് RAയും RBയും റിയാക്ഷൻസ് കൊടുക്കുന്നു. ബാക്കിയുള്ളതെല്ലാം സെയിം. ഇവിടെ പിന്നെ അതേപോലെ UDL എന്ത് കാണിക്കുന്നു? ജസ്റ്റ് ഡോട്ട് മീൻസ് ഓരോ കർവ് ഇട്ട് കാണിക്കുന്നു. 2 റിയാക്ഷൻസ് RAയും RBയും നമ്മൾ കൊടുക്കുന്നു. പിന്നെ ലോഡ് 500 ന്യൂട്ടൺ ഉണ്ട്, 450 ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. എടാ വരച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. കഴിഞ്ഞു. ഓക്കെ ഫൈൻ. ഇല്ല, ഇപ്പം ഇൻ കേസ് ആരെങ്കിലും വരച്ച് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഓണാക്കി സാർ 1 മിനിറ്റും കൂടെ എന്നുള്ളത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂ. കാരണം റെസ്പോണ്ട് ചെയ്യുന്നവരനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇപ്പം വരച്ചത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. ആരെങ്കിലും വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. ശരി, ഓക്കെ. 1 മിനിറ്റ് വരച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം കഴിഞ്ഞെന്ന്.
അപ്പോൾ നമ്മളിവിടെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ആദ്യം വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ പറയാം. നമ്മൾ ബെൻഡിങ് വരച്ചോ? ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടതിനകത്ത് ആദ്യം? റിയാക്ഷൻ ഫോഴ്സ്. ഒബ്വിയസ്ലി. അപ്പോൾ റിയാക്ഷൻസ് ആർ എയും ആർ ബിയും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ആർ എയും ആർ ബിയും കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആർ എ പ്ലസ് ആർ ബി, അതായത് ആർ എ പ്ലസ് ആർ ബി ഈക്വൽ ടു എന്താണ്? സം ഓഫ് ദ ഫോഴ്സസ്. സം ഓഫ് ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ഇവിടെ ആക്ച്വലി 2 ഫോഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ന്യൂട്ടൺ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എത്ര? 450 ന്യൂട്ടൺ പെർ മീറ്റർ. 450 ന്യൂട്ടൺ പെർ മീറ്റർ എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്? 2 മീറ്റർ. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ലോഡ് എത്ര ആണ് ആക്ട് ചെയ്യുന്നത്? പറയാമോ? 900. 450 ഇൻറ്റു 2. അത് എവിടെ നിന്ന് ആക്ട് ചെയ്യും? അതിൻ്റെ സെൻട്രലിൽ നിന്ന്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ അവിടെ 900 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 500 പ്ലസ് 900 ഈസ് ഈക്വൽ ടു ആദ്യത്തെ 1400 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് എഴുതി. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഒരു എൻഡിൽ മൊമെന്റ് എടുക്കും അല്ലേ? ഒരു എൻഡിൽ കൂടെ മൊമെന്റ് എടുക്കും. അപ്പോൾ മൊമെന്റ് ടേക്കിംഗ് മൊമെന്റ്സ് അബൌട്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ മൊമെന്റ് എടുത്തു. അപ്പോൾ എന്ത് ചെയ്തു? ആർ ബി ഇൻറ്റു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്ഷൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് നോർമൽ സാധാരണ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്താണ്, ക്ലോക്ക് വൈസ് മൊമെന്റ് എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് ഇട്ട് ചെയ്താൽ മതി. അപ്പോൾ ആർ ബി ഇൻറ്റു 5 കറക്റ്റ് അല്ലേ? ആർ ബി ഇൻറ്റു 5 ഈക്വൽ ടു 900. 900 എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? നോക്കിക്കേ, ഇവിടെ 900 എവിടെ ആയിരുന്നു ആക്ട് ചെയ്യുന്നത്? ഈ 2 മീറ്ററിന്റെ, അതായത് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന 2 മീറ്ററിന്റെ സെൻട്രലാണ്. ഇവിടെ കാണാമോ? അപ്പൊ ഇവിടെ തൊട്ടുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 2 + 1 + 1. ഇത്രയും ഡിസ്റ്റൻസ് സെൻട്രലിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ. അപ്പം 900 ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 2ഉം 1ഉം 1ഉം. അപ്പോൾ എത്രയാണ്? 4. അതുകൊണ്ടാണ് 900 ഇൻറ്റു 4 ഇവിടെ എടുത്തത്, പ്ലസ് 500 ഇൻറ്റു 2. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അത് ചെയ്യുമ്പം എനിക്ക് ആർ ബിയുടെ വാല്യൂ 920 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങൾക്ക് കിട്ടിയോ? ചെയ്ത് നോക്കിയോ? കിട്ടി. ഓക്കെ, ഞാൻ ചെയ്തതെന്നും പറഞ്ഞത് കറക്റ്റായിട്ട് വെക്കരുത്. ഞാനത് പെട്ടെന്ന് ആ പ്രോബ്ലം നിങ്ങൾക്കിപ്പം ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10:30 ഇത് ജസ്റ്റ് ആ ഈ ഒരു ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ. അതേപോലെ 920 മറ്റേത് 1400 ആയതുകൊണ്ട് റിയാക്ഷൻ അറ്റ് ആർ എ എന്ന് പറഞ്ഞ് 480. ഇത് രണ്ടും കറക്റ്റ് അല്ലേ? ഓക്കെ ആണോ? ശരി. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. അപ്പം നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിച്ചു. വെയിറ്റ് ചെയ്യണോ വേണ്ടേ? അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ? സർ 1 മിനിറ്റ്. ശരി, ഓക്കെ. ഈ റിയാക്ഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഞാൻ സ്റ്റെപ്സ് എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു എന്താ പറഞ്ഞ ഒരു മൊബൈലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് സേവ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോട്ടെ. ഓക്കെ, ഫൈൻ. അപ്പൊ ഇനിയും അടുത്ത സ്ലൈഡിലേക്ക് വന്നു. അപ്പൊ അടുത്ത സ്ലൈഡിൽ ഞാനിപ്പോ ഈ വരച്ചിരിക്കുന്ന സ്ലൈഡിൽ ഉള്ള വ്യത്യാസം എന്തായിട്ടിരിക്കുന്നത്? ആദ്യത്തെ ഫിഗറിൽ ഈ ഫിഗർ മാത്രം പറയണേ. മുകളിലൊരു ഫിഗർ ഇല്ലേ? അവിടെ നമ്മൾ നേരത്തെ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഏതാണ്? സെക്ഷൻ എടുത്തു. അത് കൂടാതെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ റിയാക്ഷൻസ് അതുപോലെ വരയ്ക്കുകയും ചെയ്തു. വാല്യൂസ് കൊടുത്തു. 480യും 920യും ഇല്ലേ? രണ്ടിലും അല്ലേ? അതല്ലായിരുന്നോ? ഇപ്പുറത്ത് 480 920യും കറക്റ്റ് അല്ലേ? അതോ അപ്പുറത്തും ഇപ്പുറത്താണോ? അല്ലല്ലോ. ഓക്കെ. അപ്പോൾ 480യും 920യും ഞാൻ ഇവിടെ കൊടുത്തു. അത് കൂടാതെ സെക്ഷൻ എടുത്തു. ഇനി നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ സാധാരണ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ സെക്ഷൻ എടുത്തിരുന്നത് ഇങ്ങനൊരു സെക്ഷൻ നടുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരുന്നു നമ്മൾ എക്സ് എടുത്തത്. പക്ഷേ മെക്കോളൈസ് മെത്തേഡിൽ നമ്മൾ എപ്പോഴും ഇതെടുക്കുന്ന തെറ്റല്ലെന്നല്ല, പക്ഷേ എപ്പോഴും നമ്മൾ റൈറ്റ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യുക ഒന്നാമത്തെ. അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സ്ലൈഡിൽ
ആദ്യത്തെ പോയിന്റ് ഒരു സെക്ഷൻ വരയ്ക്കുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം ഇപ്പം ഈ ഫിഗർ വരച്ചിട്ട് അതിന് സെക്ഷൻ കൊടുക്കുക. സെക്ഷൻ എക്സ് എക്സ്, സെക്ഷൻ എക്സ് എക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൊടുക്കുക, എക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, മാർക്ക് ചെയ്തോ? ശരി. ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് ബ്രാക്കറ്റ് ഫംഗ്ഷനും മറ്റതും പറയാൻ പോവാണ്. ഇനി നമ്മൾ മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് ആണ് എടുക്കുന്നത്. മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ്. അപ്പോൾ മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷനിൽ നിന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ 480 ഇൻറ്റു എക്സ്, ആദ്യത്തത് 480 ഇൻറ്റു എക്സ്, അത് ഏത് ഡയറക്ഷനിലാണ്? അപ്വേർഡ് ഡയറക്ഷൻ അല്ല, അത് ക്ലോക്ക് വൈസ് അല്ലേ? ക്ലോക്ക് വൈസിലാണ്. അത് മൊമെന്റ് എപ്പോഴും റൊട്ടേഷൻ ആയതുകൊണ്ട് ക്ലോക്ക് വൈസോ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നേ പറയാവുള്ളൂ. ഷിയർ ഫോഴ്സ് എടുക്കുമ്പോഴാണ് നമ്മൾ അപ്വേർഡ് ഡൗൺവേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ 480 ഇൻറ്റു എക്സ് വരുമ്പോൾ എന്ത് ചെയ്യും? അത് ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് അല്ലേ? ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു? പോസിറ്റീവായിട്ട് എടുത്തു. ഓക്കെ ആണോ? ഓക്കെ. ഇനിയും അടുത്തത് 500ഉം പിന്നെ എന്തുണ്ട്? ബാക്കി 450 കൊണ്ടുണ്ടാവുന്ന മൊമെന്റും ഉണ്ട്. അപ്പം ആദ്യം 500 കൊണ്ടുള്ള മൊമെന്റ് എടുക്കാം. അപ്പോൾ 500 എന്ന് പറയുന്നത് മൊമെന്റ് എത്ര എടുക്കും? മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള മൊമെന്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ 500 ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് എടുക്കണം? എക്സ്, അതായത് സെക്ഷൻ എക്സ് എക്സ് വരെയുള്ള ഡിസ്റ്റൻസ്, അത് എത്രയാണ്? എക്സ് മൈനസ് 2. 500 ഇൻറ്റു എക്സ് മൈനസ് 2, അതാണ് ഞാൻ രണ്ടാമത് എടുത്തിരിക്കുന്നത്. 500 ഇൻറ്റു എക്സ് മൈനസ് 2. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കേ. മൂന്നാമത്തത് ഒരു കളർ എടുത്തോട്ടെ. ശരി, മൂന്നാമത്തതിൽ എത്ര വരെ ഉണ്ട്? നമുക്ക് ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് മൂന്നാമത്തത് വേണ്ടത് അല്ലേ? അപ്പോൾ അവിടെ ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരുന്നു? എക്സ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3. അപ്പം റിമൈനിങ് എക്സ് മൈനസ് 3. അപ്പം അതിൻ്റെ മീനിങ് എന്താ? എക്സ് മൈനസ് 3യിലുള്ള ലോഡ് മാത്രമല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ? ഓക്കെ. അപ്പം അവിടുത്തെ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഴുതാം. ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 450 ആണ്. അത് എക്സ് മൈനസ് 3യിലാണ് ആക്ട് ചെയ്യുന്നത്. അത് എവിടെ നിന്ന് ആക്ട് ചെയ്യും? എക്സ് മൈനസ് 3യുടെ സെൻറ്ററിൽ നിന്ന് ആക്ട് ചെയ്യും. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എക്സ് മൈനസ് 3യുടെ സെൻറ്ററിൽ നിന്നായിരിക്കും എന്ത് ആക്ട് ചെയ്യുന്നത്? ഞാനിപ്പോൾ കൊടുക്കുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ 2. അതുകൊണ്ടാണ് അവിടെ എഴുതിയപ്പം അവിടുത്തെ കാൽക്കുലേഷൻ 450 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വന്നു. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഇപ്പൊ അത് യൂണിഫോം അല്ലായിരുന്നെങ്കിൽ അങ്ങനെ വരത്തില്ലല്ലോ. എങ്ങനെ പാർട്ട്? ഇപ്പൊ അത് UDL അല്ലായിരുന്നെങ്കിലോ? ആ ക്രോസ് സെക്ഷന്റെ അവിടെ UDL അല്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് ലോഡ് വരും? വെറുതെ നോർമലായിട്ടൊരു ലോഡ് വരുവാണെങ്കിൽ, പോയിന്റ് ലോഡ് ആയിട്ട് വരുവാണെങ്കിലോ? പോയിന്റ് ലോഡ് വരുന്നെങ്കിൽ ആ പോയിന്റ് ലോഡ് ഇപ്പൊ 450 ആണ് പോയിന്റ് ലോഡ് എങ്കിൽ 450 ഇൻറ്റു എക്സ് മൈനസ് 3. മനസ്സിലായോ? ഓക്കെ. അപ്പം ഡൗട്ട് ക്ലിയർ ആയോ എല്ലാവരുടെയും? ഉണ്ടെങ്കിൽ ചോദിക്കേ, കാരണം ഓരോന്നും ക്ലിയർ ആയി. എക്സ് മൈനസ് 3 സ്ക്വയറോ? അതായത് നമ്മൾ ഇപ്പോഴും UDL ആക്ട് ചെയ്യുന്ന ലോഡ്, ഒരു UDL ലോഡ് ആക്ട് ചെയ്യുമ്പം എന്താണ് ആ UDLന്റെ ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ നോക്കിക്കേ. ഒരു മിനിറ്റ്. ഇവിടെ 450 അല്ലേ ലോഡ്? 450 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ ഒരു മീറ്ററിൽ 450 ന്യൂട്ടൺ. അപ്പം നമ്മൾ എക്സ് മൈനസ് 3 മീറ്റർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? 450 ഇൻറ്റു എക്സ് മൈനസ് 3.
ഓക്കെ, അതല്ലേ ടോട്ടൽ ലോഡ്. ഓക്കെ, ഇനി ആ ലോഡ് എവിടെ ആക്ട് ചെയ്യുന്നത്? കാരണം മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലോഡിന്റെ ലൈൻ ഓഫ് ആക്ഷൻ വേണ്ടേ? ഇപ്പൊ ഇത് ടോട്ടൽ, ഇത് ലോഡ് ആയതേ ഉള്ളൂ. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ മൊമെന്റ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്തിരിക്കുന്ന ന്യൂട്ടൺ ആണ്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസും കൂടെ ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ ബൈ? അപ്പൊ ആ ലോഡ് ആക്ട് ചെയ്യുന്നതാണ് ഞാൻ ഈ പിങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത് നടുക്കൂടാണ്. നമ്മൾ ഏതിന്റെ UDL എടുക്കുമ്പോൾ നമ്മൾ എത്ര ലെങ്ത് എടുക്കുന്നു അതിന്റെ നടുക്കൂടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതായത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതുകൊണ്ട് അവിടെ x-3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ x-3 ദ ഹോൾ സ്ക്വയർ വന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ശരി. അപ്പൊ ഇനി നമ്മൾ അപ്പം ബെൻഡിങ് mx എന്ന് പറഞ്ഞൊരു സംഭവം, ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് കിട്ടി. ഇനി അപ്പം ഞാൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സിനെ ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അടുത്ത സ്റ്റെപ്പിൽ വരുത്തിയിരിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധാരണ ബ്രാക്കറ്റിനെ ഞാനൊരു ആംഗിൾ ബ്രാക്കറ്റ് വെച്ച് മാറ്റി. കാണാമല്ലോ നിങ്ങൾക്ക്, x-2. ഇതാണ് മെക്കോളേസ് മെത്തേഡിലെ മേജർ ഒരു സ്റ്റെപ്പ്. ഇതിനെയാണ് ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ ഡബിൾ ഇൻ്റഗ്രേഷനകത്ത് ഞാൻ പറഞ്ഞു C1 എക്സ് എടുക്കുമ്പം കോൺസ്റ്റന്റിന്റെ, അതായത് എക്സ് എടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കോൺസ്റ്റന്റ് C1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ ഇടണമെന്ന്. അതാ സാധാ ഡബിൾ ഇൻ്റഗ്രേഷന്റെ ഒരു സ്റ്റെപ്പാണ്. അപ്പൊ ആ കോൺസ്റ്റന്റ് അവിടെ ഇടുമ്പം ആക്ച്വലി നമ്മൾ എക്സ് സെക്ഷൻ എടുക്കുന്നെങ്കിലും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പാർട്ട് ഇപ്പൊ എക്സിൽ നിന്ന് ഈ ഒരു പാർട്ടിലെ 1.5 എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് 1.5 മീറ്ററിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. അപ്പൊ ആ പർട്ടിക്കുലർ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി ഈ ഇക്വേഷനിൽ മേജർ പാർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 480 എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ആണ്, ഇല്ലേ? ബാക്കിയുള്ളതെല്ലാം ആ സെക്ഷൻ അപ്പുറത്തല്ലേ. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റിലോട്ടല്ലേ ബാക്കി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ബാക്കി ഡബിൾ ഇന്റഗ്രേഷനിലാണെങ്കിലും ബാക്കിയുള്ള പാർട്ടുകൾ നമുക്ക് നെഗ്ലക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം, ബ്രാക്കറ്റഡ് ഫംഗ്ഷന്റെ റൂള് തന്നെ ഇതാണ്. ഈ റൂള് പഠിച്ചു വെക്കണേ. x-a എന്ന് പറഞ്ഞാൽ, a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? താഴെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് x-a. a എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ല, നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂസ്, ഇവിടെ 1, 2 എന്ന് പറഞ്ഞ a ആണ്, 3 എന്ന് പറഞ്ഞ ഇതെല്ലാം a ആണ്. അപ്പം ബ്രാക്കറ്റഡ് ഫംഗ്ഷനിൽ x-a 0 ആവുന്ന കേസ്, 0 ആവണമെങ്കിൽ x-a എൻറ്റയർ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ 0 ആവും. എപ്പോഴാണെന്ന് പറഞ്ഞാൽ എക്സ് എയിനേക്കാളും ലെസ് ആണെങ്കിൽ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ x-a അതേ വാല്യൂ എടുക്കും ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ എ. ഞാൻ ഒന്നുകൂടി വാല്യൂ വെച്ച് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുകളിലത്തെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ഞാൻ x 1.5 കൊടുക്കുകയാണ്. x = 1.5. അപ്പോൾ ബ്രാക്കറ്റഡ് ഫംഗ്ഷനിൽ ഇടുമ്പം ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ 0 ആവുമോ അതോ അതേപോലെ നിൽക്കുമോ? എന്തുകൊണ്ട്? കാരണം എക്സ് 1.5 ഇടുമ്പോൾ 1.5 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ വരുന്ന കേസുകളെല്ലാം ബ്രാക്കറ്റഡ് ഫംഗ്ഷനിൽ 0 ആക്കി എടുക്കുക. ഓക്കെ, ഇനി എക്സ് 1.5 പകരം എക്സ് എന്ത് പറ്റി? 2.5 വന്നു. x = 2.5. അപ്പൊ ഏത് ബ്രാക്കറ്റ് ഫംഗ്ഷനാണ് 0 ആവുന്നത്? പറയാമോ? x-3. അപ്പൊ ഈ പർട്ടിക്കുലർ ലാസ്റ്റ് ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അതായത് മെക്കോളേസ് മെത്തേഡിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി, എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് ബ്രാക്കറ്റഡ് ഫംഗ്ഷന്റെ റൂള് മനസ്സിലാക്കി വെക്കുക.
ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അതാ പാർത്ഥിവ ആദ്യം പറഞ്ഞത്. നമ്മള് ഭയങ്കര നോയ്സ്. ആദ്യം പറഞ്ഞത് നമ്മൾ നേരത്തെ മെക്കാളേസ് ഫംഗ്ഷനകത്ത് ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ പിന്നെ നമ്മൾ മെക്കാളേസ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എല്ലാം യൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. പക്ഷെ നിങ്ങളുടെ സിലബസിൽ മെക്കാളേസ് ഫംഗ്ഷൻ മാത്രമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മെക്കാളേസ് ഫംഗ്ഷനകത്ത് ഡബിൾ ഇൻ്റഗ്രേഷൻ ഒരു പാർട്ടാണ്. അപ്പോൾ സാധാരണ ഡബിൾ ഇൻ്റഗ്രേഷൻ പഠിപ്പിച്ചിട്ട് മെക്കാളേസ് ഇത് പഠിപ്പിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു പാർട്ട് ഓഫ് മെക്കാളെ എന്നുള്ള രീതിയിൽ മാത്രമേ പറയാൻ പറ്റൂ. കംപ്ലീറ്റ് മെക്കാളെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യമേ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞ് ഡബിൾ ഇൻ്റഗ്രേഷനും എല്ലാം കൂടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും, മിക്ക പേർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ്. എന്നാൽ ഡബിൾ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് പ്യുവർലി ഡബിൾ ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം അതും ചെയ്യാനുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മെക്കാളൈസ് മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി പഠിപ്പിക്കുന്ന തരുന്ന പ്രോബ്ലംസ് എല്ലാം ഡബിൾ ഇൻ്റഗ്രേഷനും ബ്രാക്കറ്റഡ് ഫംഗ്ഷനും വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അത് ചോദിച്ചുകൊണ്ട് പറയാം. ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡിൽ നമ്മൾ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ എടുക്കില്ല. ഡയറക്ട്ലി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ കോൺസ്റ്റൻസ് നമ്മൾ നേരത്തെ ഇട്ടതുപോലെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കും. പിന്നെ അത് സോൾവ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അവിടെ എത്തിയിട്ട് നിർത്തിയത്. അപ്പൊ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ നോട്ട് ചെയ്തോ എല്ലാരും? ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ലൈഡ്. ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യണേ എല്ലാവരും. കാരണം ഇത് വെച്ചിട്ടാണ് ഇനി ഇതിനകത്ത് ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മെക്കാളൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. കാരണം ഇത് മിക്ക ടെക്സ്റ്റിലും വായിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടാലും എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം വീഡിയോസിൽ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ്റെ ചെയ്യുന്നു എന്നുള്ളത്. പ്രോപ്പർ മെക്കാളി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റഡ് ഫംഗ്ഷനാണ്, ഇങ്ങനെയിട്ടേ ചെയ്യാവുള്ളൂ. ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അവിടെ നമ്മൾ മെക്കാളേസ് ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തു. അപ്പം ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ്, ഒരു സെക്ഷൻ എക്സ് എടുത്തു, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്തു, മൊമെന്റ് അറ്റ് എക്സിന്റെ ഇക്വേഷൻ എഴുതി, ആ പർട്ടിക്കുലർ ഇക്വേഷനെ നമ്മൾ ബ്രാക്കറ്റഡ് ഫംഗ്ഷന്റെ ടേംസിൽ എഴുതി. ബ്രാക്കറ്റഡ് ഫംഗ്ഷന്റെ ടേംസിൽ എഴുതി. ഇത്രയും വരെ നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നേരത്തെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ എന്താ? EA × d² y/dx². EA × d² y/dx² mx എന്ന് പറഞ്ഞ എന്ത് ഇക്വേഷൻ ആയിരുന്നത് ഓർമ്മയുണ്ടോ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് സ്ലോപ്പ് ആൻഡ്. കാരണം അത് ഞാൻ പറയാൻ കാരണം ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ടുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് സ്ലോപ്പ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ EA × d² y/dx² എഴുതിയിട്ട് അതിൻ്റെ ടേംസ് എഴുതാൻ പറഞ്ഞാലൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. ഇനി ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ പർട്ടിക്കുലർ ഇക്വേഷനിലേക്ക് നമ്മൾ mx നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ, ആ mx എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം mxന്റെ ഇക്വേഷൻ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആദ്യത്തെ mxന്റെ ഇക്വേഷൻ 1 ആക്കി കൊടുക്കണേ. നമ്മൾ നേരത്തെ വെച്ച mxന്റെ ഇക്വേഷൻ, ദിസ് ഇക്വേഷൻ ഈസ് ആക്ച്വലി 1, ഇക്വേഷൻ 1. ഇനിയും EA × d² y/dx²നകത്ത് mxന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന ഇക്വേഷൻ ഈസ് 2. എഴുതിയോ? EA × d² y/dx²ലേക്ക് ഒന്നുമില്ല, ആ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ള mxന്റെ മൊമെന്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ 480x × അത് കണ്ടുപിടിച്ചത്. എഴുതിയോ? എഴുതിയെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മുടെ ബേസിക് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്സുകൾ ഇനിയുമാണ്. അപ്പൊ ഇനി എനിക്ക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഇനിയിപ്പോൾ ഇന്റഗ്രേഷൻ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ല.
ഇത് ഞാനിപ്പോൾ നേരത്തെ ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ ഈ മെത്തേഡ് പഠിപ്പിക്കാതെ ഇതെല്ലാം കൂടെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ദഹിക്കത്തില്ല. ഇപ്പം നിങ്ങൾ താഴോട്ടുള്ള ഇൻ്റഗ്രേഷൻ പാർട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്. ഇനി നിങ്ങൾ ഈ മെക്കോളേസ് മെത്തേഡും ഇതും എങ്ങനെ അപ്ലൈ ചെയ്യുന്നു മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 മിസ്സിങ് ആണ്. അപ്പം EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിനെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ടു കാൽക്കുലേറ്റ് ദ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ 2നെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 480/2. 480/2 എന്ന് പറയുന്നത് 480 ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 അല്ലേ? ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ചെയ്ത ഇക്വേഷൻ EI ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇക്വേഷൻ 3 കിട്ടിയത് ഉണ്ടോ? കഴിഞ്ഞ സ്ലൈഡ് ഒന്ന് എടുക്കോ? അതില് ഇവിടെ +225 അല്ലേ വരാ? എന്താ +225? നേരത്തെ +450/2 x - 3 ഹോൾ സ്ക്വയർ ആയിട്ടുണ്ട്. എവിടെ നമ്മള് കൺസിഡർ ചെയ്തപ്പോഴേ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്തിന്. എവിടെ ഇല്ലല്ലോ. +450 ഇവിടെ +450 നോക്കട്ടെ, അത് ചിലപ്പം എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. നോക്കട്ടെ ഒരു മിനിറ്റ്. mx എന്ന് പറയുന്നത് 480 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത് 500. അത് നെഗറ്റീവ് അല്ലേ വരുന്നത്? അത് എന്റെ മിസ്റ്റേക്ക് അല്ലേ? നിങ്ങൾ പറയാത്ത എന്താ? അത് നെഗറ്റീവ് അല്ലേ വരുന്നത്? ഇതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. പാർത്ഥിവ് അല്പം ആരായിരുന്നു ചോദിച്ചേ? ഞാൻ ചോദിക്കട്ടെ, കറക്റ്റ് ആണ്. അതായത് മൈനസ് അല്ലേ അവിടെ വരണ്ടേ? ഞാൻ പ്ലസ് ഇട്ടത് എനിക്ക് തോന്നുന്നത് ബൈ മിസ്റ്റേക്ക് പ്ലസ് വന്നതാണ്. കാരണം അത് താഴേക്കല്ലേ അത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് മാറ്റിക്കോട്ടെ. കറക്റ്റ് അല്ലേ? ജസ്റ്റ് എല്ലാവർക്കും ചോദിച്ചു. ഇത് നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി ചോദിച്ചോ. ആരാരും ചോദിച്ചോ? റൈഹാൻ ചോദിച്ചോ. റൈഹാൻ എന്തായാലും ചോദിച്ചത് കാര്യമായി. കാരണം ഇല്ലെങ്കിൽ എല്ലാവരും ഇത് തന്നെ എഴുതി വെച്ചേനെ. ഇതെന്താണ് ഞാൻ വീണ്ടും റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നുണ്ട്. തെറ്റുകളുണ്ടെങ്കിൽ പറയണേ. സാർ ഇപ്പോ കൺസിഡർ ചെയ്തെന്ന് വെച്ചാല് ഈ എക്സ് സാറ് പോസ്റ്റ് എടുത്തില്ലേ? എക്സ് പോസ്റ്റ് എടുത്തില്ലേ? അത് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തൂടെ? ഫ്രം ലെഫ്റ്റ് സൈഡിൽ കൺസിഡർ ചെയ്യണം എന്നല്ലേ ഉള്ളൂ. പക്ഷെ എവിടെ വേണോന്ന് എടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് മാക്സിമം ഡീറ്റെയിൽസ് കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പോ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 920 ന്യൂട്ടൺ ഉണ്ടല്ലോ. അപ്പൊ ആ ന്യൂട്ടൺ ആ ഫോഴ്സിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല, മൊമെന്റ് ക്രിയേറ്റ് ചെയ്യൂല. രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും സെക്ഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും ബാലൻസ്ഡ് ആവത്തില്ലേ? റൈറ്റ് എടുത്താലും ലെഫ്റ്റിൽ എടുത്താലും ഇക്വേഷൻസ് സെയിം ആണ്. നമ്മൾ നേരത്തെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എടുത്തപ്പോൾ റൈറ്റിൽ എടുത്തു എന്ന് കരുതി ലെഫ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ ഇവിടെ അപ്പൊ രണ്ട് സൈഡിലും ഇക്വേഷൻസ് എടുത്ത ബാലൻസ്ഡ് ആണ്. റൈഹാൻ, നമ്മൾ ഇതിന്റെ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുമ്പോൾ അതുകൊണ്ടല്ലേ രണ്ട് സൈഡും സിമെട്രിക് ആയിട്ട് വരുന്നത്. നോയ്സ് കുഴപ്പമില്ല, പറഞ്ഞോ. അപ്പോ ഇതിന് നമുക്ക് ഈസ് ഈക്വൽ ടു 920 ഇൻറ്റു അങ്ങനെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റില്ല? ഈ mx ഒരിക്കലും 920 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസിനോട് ഈക്വൽ ആയിരിക്കില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മറ്റേ ഈ ഇക്വേഷൻസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ രണ്ട് ഈക്വൽ വാല്യൂ ഇക്വേറ്റ് ചെയ്തിട്ട് എന്തോ ചെയ്യാന്? അല്ല ഞാൻ ചോദിച്ചതാ. നമുക്കിപ്പോ നമ്മുടെ റൈറ്റ് സൈഡ് മൊമെന്റ് ഈക്വൽ. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസ് എടുത്താലും ആ മൊമെന്റ് രണ്ടും ഇക്വേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ എന്തിനാ ഇക്വേറ്റ് ചെയ്യുന്നേ? ഇപ്പൊ ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സെക്ഷൻ നമ്മൾ എന്തിനാ എടുക്കുന്നത്? എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ ടേംസിൽ നമ്മൾ മൊമെന്റിനെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്ലോപ്പും ഇതും കണ്ടുപിടിക്കാൻ പറ്റും.
പറ്റുമോ? നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലെ ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതല്ല ക്വസ്റ്റ്യൻ. അപ്പൊ ആ 920 അവിടെ ഇൻഫ്ലുവൻസ് വരില്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഇവിടെ എന്തിനാ വരുന്നത്? ഇവിടെ നമ്മൾ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിലെയും വാല്യൂ എടുത്ത് ഒരുമിച്ച് വരയ്ക്കണ്ടേ? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരുമിച്ച് വരച്ച് വരണ്ടേ? മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും സെക്ഷന്റെ ഒരു സൈഡ് മാത്രം എടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് എവിടെ വരെയായിരുന്നു എത്തിയത്? സെക്ഷൻ നമ്മൾ EA ഇൻറ്റു dy/dx പറഞ്ഞില്ലേ? അതായത് ഇവിടെ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. മൈനസ് ഇവിടെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? -225 ഇവിടെ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 3 എഴുതിയായിരുന്നു എല്ലാവരും? ഇക്വേഷൻ 3 ഓക്കെ. അപ്പൊ അവിടുത്തെ C1 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് അല്ലേ? ആദ്യ ഇന്റഗ്രേഷനിൽ നമ്മൾ ആദ്യത്തെ ഇന്റഗ്രേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റും കിട്ടി. നമ്മൾ അത് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ എഴുതി. അത് ഇക്വേഷൻ C1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ്. ഇനി ഇതിനെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. സ്ലോപ്പ് y കിട്ടും അല്ലേ? അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ആ ഇക്വേഷൻ ഒന്ന് എഴുതിക്കേ. EA ഇൻറ്റു dy/dx. അതായത് ഇക്വേഷൻ 3നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് EA ഇൻറ്റു y എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. ഓക്കെ ആണോ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. ഇത് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ചിരുന്ന് കുത്തിയിരുന്ന് വായിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര സമയം എടുക്കുമെന്നറിയുമോ? അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നത്. എൻ്റെ ഐപാഡിൽ റെക്കോർഡ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ തീർന്നു പോയി. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടായിരുന്നു. നോക്കട്ടെ അതൊന്നുകൂടി ഇനേബിൾ ചെയ്യാൻ പറ്റുമോ. ശ്രവൺ ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഓക്കെ. പാർത്ഥിവ്? ഇല്ല സർ. ഓക്കെ ഫൈൻ. അശ്വിൻ ഉണ്ടോ? അശ്വിൻ ഉണ്ടോ? ഏബൽ? സർ നോ ഡൗട്ട്സ്. ഓക്കെ ഫൈൻ. ഇനിയുണ്ടല്ലോ മാനസ? ഇല്ല സർ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത, അതായത് EA ഇൻറ്റു y എന്ന് പറഞ്ഞ ഇക്വേഷൻ, അത് എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 4 അല്ലേ? ഇക്വേഷൻ 4 ഇതിനെ നമ്മൾ ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താ പറയുന്നത്, സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇക്വേഷൻ 4 എഴുതിയപ്പോൾ ഇക്വേഷൻ 4ൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതിയിട്ടാണ് അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടോ? അപ്പോൾ ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ എഴുതിയിരിക്കുന്ന അറ്റ് x ഈക്വൽ ടു 5. x ഈക്വൽ ടു 5ൽ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? 0 ആണ്. അതേപോലെ x ഈക്വൽ ടു 0യിലോ? അപ്പൊ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. x ഈക്വൽ ടു 5 ഉണ്ട്. അറ്റ് x ഈക്വൽ ടു 5 y ഈക്വൽ ടു 0. x ഈക്വൽ ടു 0 y ഈക്വൽ ടു 0. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എഴുതാൻ പോകുന്നത് x ഈക്വൽ ടു 5ലുള്ളതാണ്. ഏത് കണ്ടെടുക്കും? ഫൈൻ. x ഈക്വൽ ടു 5 y ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പം y 0 ആണ്. x ഈക്വൽ ടു 5ലെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എഴുതണം അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത് പറയാമോ? എക്സാക്ട്ലി. C1ഉം കോൺസ്റ്റന്റ് C1ഉം C2ഉം കണ്ടുപിടിക്കാനാണ് ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ സെക്ഷൻ എക്സ് എടുത്തു. അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം കൺസിഡർ ചെയ്തു. ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എടുത്ത് mx എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ, അതായത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ എഴുതി. അത് ഒന്നാമത്തെ ഇക്വേഷൻ.
ആ ഇക്വേഷനെ നമ്മൾ ബ്രാക്കറ്റഡ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവന്നു. ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റഡ് ഫംഗ്ഷനിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, ബ്രാക്കറ്റഡ് ഫംഗ്ഷനകത്ത് കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ എൻറ്റയർ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ 0 ആയി പോകും. പ്ലസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ വാല്യൂ കൺസിഡർ ചെയ്യുകയുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഈ ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ച് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ EI × d2y/dx² m എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്ത് അതിലേക്ക് എമ്മിൻ്റെ വാല്യൂ വിത്ത് ബ്രാക്കറ്റഡ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ആദ്യത്തെ തവണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ തവണ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനകത്തും നമുക്ക് 2 കോൺസ്റ്റൻറ്റ്സ് വരുന്നുണ്ട്, C1ഉം C2ഉം. അപ്പോൾ C1ഉം C2വിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരാൻ പറ്റൂ. സോ വി നീഡ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ നമുക്കറിയാവുന്ന ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ 2 അറ്റത്തും അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഡിഫ്ലക്ഷൻസ് 0 ആണ്. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്, x = 5 മീറ്റർ ആണ് ഇപ്പോൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ഫുൾ ലെങ്ത്. അവിടെ y = 0. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് x = 0, y = 0. ഇനിയും ഞാനത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അറ്റ് x = 5, y = 0. അപ്പോൾ അത് കൊടുക്കുമ്പം EI × y എത്ര 0 = 80 × 5³ മൈനസ് 250 × 250/3 x = 5 അല്ലേ, 5 - 3 the whole cube. 5 - 3 അല്ലല്ലോ, 5 - 2 അല്ലേ, 5 - 2 the whole cube minus 75/4 × 5 - 3 the whole raised to 4 plus C1 × എത്രയാണ് 5 plus C2 = ഓക്കെ ഈക്വൽ. ഇതല്ലേ ഇക്വേഷൻ? തെറ്റുണ്ടോ? ഞാൻ എഴുതിയതിൽ തെറ്റുണ്ടോ? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. ഹലോ, കേൾക്കാമോ? യെസ് സർ. ഓക്കെ. എടാ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ല സർ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതണം. അത് ഞാൻ പറയാം. അടുത്തത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? അറ്റ് x = 0, at x = 0, y = 0. അപ്പോൾ എഗെയിൻ ആ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പം EI × 0 = എന്ത് വരും? 80 × 0 മൈനസ് 250/3 ഈ 0 - 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0. ഓക്കെ, 0 - 2. അപ്പം ഞാൻ 0 - 2 എന്ന് തന്നെ ഇടുകയാണേ. മൈനസ് 75/4 × 0 75/4 × 0 - 3 1 = 4 plus C1 × 0 plus C2. ഇതിൽ നിന്നും നമുക്ക് എന്തിൻ്റെ വാല്യൂ 0 ആക്കി കിട്ടും? ഇത് എന്ത് വരും? ഇക്വേഷനകത്ത് എല്ലാം 0 അല്ലേ വരുന്നത്? C2 0. അപ്പോൾ C2 എന്ത് കിട്ടി? നമുക്ക് 0 കിട്ടി ഇല്ലേ? യെസ് സർ. ഓക്കെ. അപ്പോൾ ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് C2 = 0 എന്ന് പറഞ്ഞൊരു കാര്യം കിട്ടി. ഇനി അപ്പോൾ C2 = 0. അപ്പോൾ നിങ്ങൾ ഇത്രയും വരെ എഴുതിയെടുക്കുക, നോട്ട് ചെയ്യും, എന്നിട്ട് ബാക്കി എഴുതാം. അതായത് ഈ ഇത് എഴുതിക്കോ, ഇത് എഴുതിയിട്ട് ബാക്കി ഇതിലേക്ക് നോക്കാം. ബാക്കിയുള്ളത് C1 C2 എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇന്റഗ്രേഷൻ വഴി നമുക്ക് C1ന്റെ വാല്യൂ അപ്പോൾ ഡയറക്റ്റ് കിട്ടില്ലേ? അത് ഈ 5 അപ്ലൈ ചെയ്താൽ പോരെ? ഏതിനകത്ത്? അതായത് നമ്മള് ആംഗിൾ എടുക്കില്ലേ, dy/dx ഡിഫ്ലക്ഷൻ. x = 5, y = 0 അതിന്റെ കേസാണെന്നോ പറയുന്നത്? ഫസ്റ്റ് ഇന്റഗ്രേഷൻ അല്ലേ, അതായത് EI × dy/dx. അതിൽ നമ്മള് എക്സിന് വാല്യൂ 5 ഇട്ട് കൊടുത്താലോ?
അപ്പൊ C1 മാത്രം ഒരു കോൺസ്റ്റന്റ് വാല്യൂ മാത്രമല്ലേ 5 ഉള്ളൂ. ഇട്ട് കൊടുത്ത പാർട്ടി അപ്പൊ നിനക്ക് മനസ്സിലായിട്ടില്ല. എക്സിന് വാല്യൂ 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പിന്റെ വാല്യൂ എത്ര ഇടാം? അതായത് പറഞ്ഞുതരാം. 0 എങ്ങനെ ആവുന്നത് സ്ലോപ്പ്? അതാ ഒരു ഡിഫ്ലക്ഷൻ വരുന്നത് എങ്ങനെയാണ്? ഇതിപ്പോ സിമ്മട്രിക് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഡിഫ്ലക്ഷൻ എങ്ങനെയാ വരത്തുള്ളൂ?